എനിക്ക് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു പ്രോഗ്രാമിന് വേണ്ടി ഒരു പാട്ട് നീ ട്യൂൺ ചെയ്ത് അയച്ചു തരുമോ? അതിനെന്താ? അപ്പോൾ ലിറിക്സ് ഞാൻ അയച്ചു തരാം. എൻ്റെ ഗ്രാൻഡ്മയുടെ വരികളല്ല, എൻ്റെ ഗ്രാൻഡ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. സമയം എത്രയായി മോളെ? കിടന്നുറങ്ങിക്കൂടെ നിനക്ക്? ദാ അത് മുഴുവൻ കുടിക്ക്. ഞാൻ കുടിക്കാം ഗ്രാൻഡ്മ. Go and sleep now. Okay. Naila, switch off the light and go to bed. Good night. Good night. ഇതും എൻ്റെ ഗ്രാൻഡ്പായുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. പാവം എൻ്റെ ഗ്രാൻഡ്മ. ഇത് എടുത്തു തരുമ്പോ ആ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ. ഞാനത് ട്യൂൺ ചെയ്യാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി. എനിക്ക് ഈ പാട്ട് സ്റ്റാർ സിംഗറിൽ പാടാൻ വേണ്ടിയാ. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒരുപാട് തവണ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ. പക്ഷേ ഹലോ, യു ദേ? യെസ്, എനിക്കൊരു സുപ്രധാന കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് പറയാൻ നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച വരെ കാത്തിരിക്കാം. ഇന്നെന്താടാ പരിപാടിയൊന്നുമില്ലേ? പരിപാടിയൊക്കെ ഉണ്ട് വച്ചു. പക്ഷേ നമ്മളെ പരിപാടിയേക്കാൾ വലിയ പരിപാടി വന്നാൽ പിന്നെ എന്ത് ചെയ്യും? എന്ത് പരിപാടി? നീ ആ പള്ളിപ്പാട്ടിന്റെ ടീം വരുമെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിപ്പിച്ചത്? എന്നിട്ട് അവരോടെ? അവളുണ്ടല്ലോ, അല്ല ലതാ മങ്കേഷ്കർ, അവളെ ഏതോ TV പ്രോഗ്രാമിൽ പാടിയിട്ടുണ്ട് ഇത്ര. ഇന്ന് അതിൻ്റെ ടെലികാസ്റ്റിംഗാണ്. അത് കാണാൻ ടിവിന്റെ മുന്നിൽ മൊത്തം പേര് ഇരിപ്പുണ്ട്. ദേ ആ ഏരിയയിലേക്കൊന്ന് പോവല്ലേ, മൊത്തം ട്രാഫിക് ബ്ലോക്കാ. ഓ, അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് സ്റ്റുഡിയോ കിട്ടുമല്ലോ. ആ പള്ളിപ്പാട്ടിന്റെ ഡയറക്ടർ പള്ളി വെച്ചെന്തേ? ഡേ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പള്ളിക്കാരും പട്ടക്കാരും, ദേ ആ പെണ്ണും, പിന്നെ വിശ്വ മ്യൂസിക് ഡയറക്ടർ സാക്ഷാൽ വായ നോക്കി അർഫാസ് അമറും ഒക്കെ അവിടെ ഉണ്ട്. ചെല്ല്, നീ ചെല്ല്. നീ വണ്ടി എടുക്കടാ. എന്തേ നീ പോണില്ലേ? വെൽക്കം ബാക്ക് ടു സ്റ്റാർ സിംഗർ. പാട്ട് തീരുന്നതിന് മുമ്പ് നമുക്കൊരു കല്യാണി രാഗം വായിച്ചിട്ട് വരാം. നീ അവളുടെ പാട്ട് കേട്ടിരിക്കും. ഞങ്ങളെ ഒരു 2 ഘട്ടം ശ്രുതി കേട്ടിട്ട് വരാം. ഇന്ന് ആദ്യത്തെ കണ്ടസ്റ്റന്റ് തമിഴ്നാടിന്റെ കാശ്മീർ എന്ന് പറയപ്പെടുന്ന ഊട്ടിയിൽ നിന്നും വന്ന സംഗീത പ്രതിഭയാണ്. ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു മിസ് നൈല. Oh Naila, nice dress and you look so beautiful. Thank you so much. Okay, ഏത് പാട്ടാണ് നൈല പാടാൻ പോകുന്നത്? ഞാൻ പാടാൻ പോകുന്ന ഈ ഗാനം ഒരു പക്ഷേ പൂർണ്ണതയോടെ അവതരിപ്പിക്കുന്നത് ഈ വേദിയിലായിരിക്കും. ഇതിന്റെ ആദ്യ ശ്രോതാക്കൾ ഈ പരിപാടിയുടെ പ്രേക്ഷകരുമായിരിക്കും. ഇത് സ്വന്തം സൃഷ്ടിയാണോ? അത് ഞാൻ പാടിക്കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ സസ്പെൻസ്. എന്തായാലും നമുക്ക് വേണ്ടി പാടുകയും പാടിന് ശേഷം സസ്പെൻസ് പറയുകയും ചെയ്യും. എനിവേസ്, ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുക, നല്ല മാർക്ക് വാങ്ങിക്കുക. സൂപ്പർ നൈല, നോ വേർഡ്സ്. നന്നായി പാടി. താങ്ക് യു. എനിക്കൊന്നും പറയാനില്ല. നമുക്ക് നേരെ ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് നൈല, നന്നായി പാടി. താങ്ക് യു മാം. ഓക്കെ, ബ്രില്യൻ കോമ്പോസിഷൻ, അതിന് ചേർന്ന ഭംഗിയായ വരികൾ, അത് മാത്രമല്ല നൈലയുടെ സ്റ്റേജ് അപ്പിയറൻസ് റിയലി ഗ്രേറ്റ്. താങ്ക് യു സർ. ഇതിന്റെ വരികൾ എൻ്റെ ഗ്രാൻഡ്മ എഴുതിയതാണ്. 30 കൊല്ലം മുമ്പ് എഴുതിയ ഈ വരികൾക്ക് സംഗീതം ചെയ്തു തന്നത് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായ, എൻ്റെ എല്ലാമായ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ സുഹൃത്ത് റെയിൻബോ. എനിക്കിവിടെ കുറച്ചെങ്കിലും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എൻ്റെ റെയിൻബോയ്ക്കുള്ളതാണ്. താങ്ക് യു റെയിൻബോ, താങ്ക് യു സോ മച്ച്. ഓക്കെ വ്യൂവേഴ്സ്, ഈ മനോഹരമായ കമ്പോസിഷൻ ഒരുക്കിയ നൈലയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായ അജ്ഞാതനായ റെയിൻബോയ്ക്കായി നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്ലീസ്. ശ്രുതിയൊക്കെ കറക്റ്റ് ആയിരുന്നല്ലോ സർ?
ഹലോ ആ? ഓ അത് ശരി, നമ്മളെ വിട്ട് തനിച്ച് ഇതായിരുന്നല്ലേ പരിപാടി. അവളോട് ചെറിയൊരു ആരാധന തനിക്ക് തോന്നി തുടങ്ങിയല്ലേ? ചെറിയ തരത്തിലല്ലടാ, വലിയ തരത്തിൽ. അതിപ്പോ ആരാധനയൊന്നുമല്ല, ഒരു തരം അംഗീകരിക്കൽ. അല്ലടാ, അവള് നന്നായി പാടി. നമ്മോട് അവൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിലും ഇനി അഥവാ ശത്രുവാണെങ്കിൽ പോലും ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നന്നായതിനെ നല്ലതെന്ന് പറയണ്ടേ? മച്ചാ, അങ്ങനെ അവളുടെ മുന്നിൽ ഇവനും പ്ലാൻ. നടക്ക് റെക്കോർഡിങ്ങോ ഏതായാലും നടന്നില്ല. ഇനി നമുക്ക് കമ്പോസ് ചെയ്യാമെങ്കിലും ഫിനിഷ് ചെയ്യാം. എന്നാലും എന്റെ മച്ചാ നീ